മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രശാന്തിനെതിരെയും കൃത്യമായി തന്നെ അന്വേഷണം നീങ്ങുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പ്രശാന്തിന് പങ്കുണ്ടെന്ന ചില തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമോ? കാരണം ഏറ്റവും അവസാനം പാർട്ടി കൈപിടിച്ചു കൊണ്ടുവന്ന്, കോൺഗ്രസിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് ആ കസേരയിൽ ഇരുത്തിയ ആളാണ്. പാർട്ടി അല്ലെങ്കിലും പ്രതിസന്ധിയിലാണല്ലോ. മാത്രമല്ല, ശബരിമല കേസിൽ ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ നാമങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ മാതിരി പ്രതികളുടെ പേരുകളും പറഞ്ഞാൽ തീരില്ല എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് വന്നത്. ഇന്നിപ്പോൾ അതിൽ ഏറ്റവും പുതിയൊരു സഖാക്കളുടെ യോഗം അതിനുള്ളിൽ നടത്താം. അല്ല, സഖാക്കൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് വരാൻ പോകുന്ന പ്രതികളെയും ഇതിനകത്ത് ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണവും നമുക്ക് എണ്ണാൻ തന്നെ പറ്റില്ല എന്ന് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ആവുന്ന ഒരു കാര്യമാണ് ശബരിമല. ഇന്നിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് തന്ത്രിയുടെ 2 കോടി രൂപയുടെ ഡിപ്പോസിറ്റ് തിരുവല്ലയിൽ ഒരു ബാങ്കിലുണ്ടായിരുന്നു. ആ ബാങ്ക് പൊളിഞ്ഞിട്ട് തന്ത്രിക്ക് ഒരു പരാതിയില്ല. നമ്മുടെ ആരെങ്കിലും 2 കോടി രൂപ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാതിപ്പെടാതിരിക്കും. അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കാര്യം ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് തന്നെ, ദേവസ്വം ബോർഡിൻ്റെ ഇത്രയും നഷ്ടം ഉണ്ടായിട്ട് ദേവസ്വം ബോർഡിന് ഇതുവരെ ഒരു പരാതിയില്ല. ഇതൊക്കെ വളരെ അസ്വാഭാവികമായ ചില കാരണങ്ങളാണ്. ദേവസ്വം ബോർഡിൽ ഇത്രയും അഴിമതി നടന്നിട്ട് ദേവസ്വം ബോർഡിന് പരാതിയില്ല, സർക്കാരിന് പരാതിയില്ല. പരാതി ഹൈക്കോടതിക്ക് മാത്രമേ പരാതിയുള്ളൂ, വേറെ ആർക്കും ഇതിനകത്ത് പരാതിയില്ല. ഭക്തജനങ്ങളെല്ലാം ഇതിനെതിരായിട്ട് ഈ കേസുകളിൽ ഭക്തജനങ്ങൾ കക്ഷി ചേർന്ന് തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും ഇത് എന്തുമാത്രം വലുതാവുന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ ശ്രമിക്കുക. കാര്യം ഈ കേസിൽ കൂടുതൽ ആൾക്കാർ കക്ഷി ചേർന്നിട്ടില്ല. പക്ഷേ ഭക്തന്മാർ ഈ കേസിൽ കക്ഷി ചേരാൻ പോയി കഴിഞ്ഞാൽ കോടതിക്ക് എന്തായാലും തടയാൻ സാധിക്കത്തില്ല. കാര്യം നമ്മൾ കൊണ്ടിട്ട് പൈസയാണ് അയാൾ എടുത്തിട്ട് പോയത്. അപ്പോൾ യു ആർ നോട്ട് ആൻ അഫക്റ്റഡ് പേഴ്സൺ എന്ന് കോടതിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഭഗവാന്റെ പൈസ ജനങ്ങൾ കൊടുത്തതാണ്. ഭക്തന്മാർക്ക് ഈ കേസിൽ കക്ഷി ചേരുകയും ഇതിനകത്ത് ഉൾപ്പെട്ട ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടത് കേരളത്തിൻ്റെ 2 പ്രബല ഹിന്ദു സമുദായ നേതാക്കളെന്ന് പറയുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്തുകൊണ്ട് CPM-ൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ശബരിമല കൊള്ളയെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ശബരിമലയിൽ 2-3 പെണ്ണുങ്ങൾ കയറിയപ്പോഴത്തേക്ക് നാമജപ ഘോഷയാത്രയായിട്ട് വെട്ടുകത്തി എടുത്തുകൊണ്ട് റോഡിലിറങ്ങിയ ആളാണ് സുകുമാരൻ നായർ. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി പുള്ളിക്കാരൻ ഓർമ്മയേ ഇല്ല. ഇപ്പോൾ അസുഖമാണ്, അമ്പലത്തിൽ എന്താ പറയുന്നത്, ആശുപത്രിയിലാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ശങ്കർദാസിൻ്റെ ഗതി നാളെ അദ്ദേഹത്തിന് വന്നുകൂടുന്നില്ല. കാര്യം ഇവരൊന്നും അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. ഇതിൽ വലിയ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട്, വലിയ സാമുദായിക നേതാക്കൾക്ക് പങ്കുണ്ട്, ശബരിമലയിലെ മേൽശാന്തിമാർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ഇവരൊക്കെ പേരുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ അധ്യായത്തിന് ഒരു അവസാനം ഉണ്ടാവൂ. അപ്പോൾ പ്രശാന്ത് ഇതിലൊരു ചെറിയ മീനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ നിന്ന് തോറ്റപ്പോഴത്തേക്ക് CPM-ലോട്ട് ചാടിയപ്പോഴത്തേക്ക് എടുത്തു കൊടുത്ത ഒരു സാധനമാണ് പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി. അവിടെ ഇരുന്നുകൊണ്ടും നമുക്കറിയാം, ഒന്ന് CPM-ൻ്റെ തന്നെ പല നേതാക്കൾക്കും സ്വന്തമായിട്ട് അവിടെ ഭരിക്കാനുള്ള അവകാശം ഉണ്ടാവാറില്ല. CPM നേതാക്കളാണ് വന്നു കഴിഞ്ഞാൽ തന്നെയും AKG സെൻറ്ററിൽ നിന്നുള്ള തീട്ടൂരം അനുസരിച്ചിട്ടാണോ ഭരണം നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വേറൊരു പാർട്ടിയിൽ നിന്ന് വന്ന ഒരാൾക്ക് എന്തായാലും അവിടെ ഒരു രീതിയിലുള്ള പ്രോമിനൻസ് ഇല്ലായിരുന്നു എന്ന് ദേവസ്വം ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശാന്ത് ഒരു ബലിയാടായിട്ട് തീർച്ചയായിട്ടും മാറി. അദ്ദേഹത്തെ ഇപ്പം ജനത്തിനും പോലീസിനും ഭരിക്കുന്നവർക്ക് ആവശ്യം ബലിയാടുകളെയാണ്. അപ്പോൾ പ്രശാന്തിനെ ബലിയാടാക്കിയിട്ട് പറയും ഓൻ കോൺഗ്രസ്സുകാരനാന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റാനുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും പ്രശാന്തും കടകംപള്ളി ഒന്നും ഇതിനകത്തുനിന്ന് മാറാൻ പോകുന്നില്ല. എന്നും അവരുടെ പുറത്ത് ഇതിൻ്റെ നിഴലുണ്ടാവും. എപ്പോഴാണ് വിളിപ്പിക്കുന്നതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മാത്രമല്ല, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ കടകംപള്ളിയെ കുറിച്ച് സൂചിപ്പിച്ചത് കൊണ്ടാണ് കടകംപള്ളിക്ക് ഈ പുറത്തിറങ്ങി നടക്കാനുള്ള, ഇത്രയും നാളായിട്ടും പുറത്തിറങ്ങി നടക്കാൻ എങ്ങനെ കഴിയുന്നുണ്ട്? അല്ല, അദ്ദേഹം പൊതുവേദികൾ കഴിയുന്നതൊക്കെ ഒഴിവാക്കുകയാണ്. മാത്രമല്ല, എന്നെ കള്ളനെന്ന് വിളിക്കല്ലെന്ന് കോടതിയിൽ ചെന്ന് അപേക്ഷയിൽ കൊടുക്കുകയാണ്. എന്തായാലും അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരെവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കുന്നവരും അയൽവക്കക്കാരും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള, പോറ്റിയുമായി ബന്ധം സൂക്ഷിച്ച പലരും ഇന്ന് ജയിലിലാണ്. അതെ, കടകംപള്ളി ഒഴികെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെയ്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. കാര്യം ഒരു മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സംസ്ഥാന പോലീസിന് സാധിക്കത്തില്ല. ചിലപ്പം EDക്ക് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. കാര്യം ED തീർച്ചയായിട്ടും ഈ ശബരിമല തന്ത്രിയുടെ 2 കോടി രൂപ പോയ വഴി എന്തായാലും ED അന്വേഷിക്കാതിരിക്കത്തില്ല. 2 കോടി വരുമാനം വന്നിട്ടാണല്ലോ അദ്ദേഹം 2 കോടി നിക്ഷേപിച്ചത്. അപ്പോൾ തന്ത്രി ED പരിധിയിൽ ED-യുടെ അന്വേഷണം തന്ത്രിയിലേക്ക് നീളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്ത്രി
ശുദ്ധ ബ്രാഹ്മണൻ എന്നുള്ള രീതിയിൽ പല പേരുകളും ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്ന് വരും. പ്രത്യേകിച്ച് അടിവയറ്റിലേക്ക് മുട്ട് കയറുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും പുറത്തു വരും. ഇപ്പോൾ പറയത്തില്ലായിരിക്കും, ED കൊണ്ടുപോയി പറയിപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം EDയിലും ഇതുവരെയും നമ്മൾ കണ്ടുപോന്നിട്ടുള്ളത് EDയുടെ സംസ്ഥാനത്തിലെ നേതാക്കൾ പഴയ SFIക്കാരാണ്. EDയുടെ സംസ്ഥാനം EDയുടെ ലക്ഷ്യം കടകംപള്ളിയുടെ ജയിൽവാസമാണ്. അല്ല, ഞാൻ പറഞ്ഞത് EDയുടെ ഇതുവരെ ഉള്ള കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും പഴയ SFIക്കാരായിരുന്നുകൊണ്ട് CPMനെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ EDയുടെ അന്വേഷണം കേരളത്തിൽ നിന്ന് മാറി ബാംഗ്ലൂരിലോട്ടും ഹൈദരാബാദിലോട്ടും ചെന്നൈയിലോട്ടുമൊക്കെ പോകുമ്പോഴത്തേക്ക് അവരെല്ലാ പേരും CPMനെ സഹായിച്ചെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് EDയുടെ മേൽ തട്ടിൽ പല സമ്മർദ്ദങ്ങളുണ്ടാവുകയും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതേപടി അവർ വിഴുങ്ങത്തും ഇല്ലെങ്കിൽ നമ്മുടെ ചാക്ക് രാധാകൃഷ്ണൻ അകത്തായി കിടക്കുന്നത് മാതിരി നമ്മുടെ പല നേതാക്കന്മാരും വർഷങ്ങളോളം ജയിലിൽ തന്നെ കിടക്കാനാണ് സാധ്യത. അല്ല ചേട്ടാ, ഇത് കാണുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെക്കാൾ ഊർജിതമായ അന്വേഷണം നടത്താൻ അവസരമുള്ള അന്വേഷണ സംഘം ഇൻഎഫക്റ്റീവ് ആണെന്ന് കോടതിക്ക് തന്നെ മനസ്സിലായല്ലോ. കാര്യം അവര് ചാർജ് ഷീറ്റ് കൃത്യമായി 90 ദിവസം കഴിഞ്ഞിട്ട് ഒരാളെ ചെയ്യാൻ നമ്മൾ വേറൊരു രീതിയിലോട്ട് എടുക്കുക. നമ്മൾ ഒരാളെ പിടിക്കുക, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലാക്കുന്നു, 90 ദിവസം കഴിയുന്നു, എന്നിട്ട് അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് കോടതിയിൽ പറയാൻ സാധിക്കാതെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഭരണകൂടം തകർന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അത് കാണുന്നത്. ടോട്ടൽ ബ്രേക്ക് ഡൗൺ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആയി. പ്രത്യേകിച്ചും ഇത്തരമുള്ള ഒരു സ്റ്റേറ്റിൽ സാധാരണ ഒരു കേസല്ല. സാധാരണ നമ്മളൊരു പിടിച്ചുപറി കേസിലോ അല്ലെങ്കിൽ ഒരു കൊലക്കേസിലോ ആണ് കുറ്റപത്രം കൊടുക്കാൻ വൈകിയതെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇവിടെ ദേവസ്വം ബോർഡാണ് എതിർകക്ഷി. ദേവസ്വം ബോർഡ് പ്രതിയാണ്. ദേവസ്വം ബോർഡ് പ്രതിയായ ഒരു കേസിൽ ആ സർക്കാർ തന്നെ ഭരിക്കുന്ന ശമ്പളം നൽകുന്ന SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറ്റപത്രം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ കൊലൂഷൻ തന്നെയാണ്. അപ്പോൾ ഇത് കോടതിക്ക് എന്തായാലും മനസ്സിലാവാതിരിക്കത്തില്ല. ഈ രണ്ടുപേര് ജാമ്യം കിട്ടി, ഒരാൾക്ക് എന്തായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പറ്റിയില്ല, മറ്റൊരാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി, ബാക്കിയുള്ളവർ ഇത് ഫോളോ ചെയ്യാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രതികൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കോടതിക്ക് തന്നെ ഇപ്പോൾ ആൾറെഡി 28-ാം തീയതി കേസിരിപ്പുണ്ട്. ഇത് CBI അന്വേഷണത്തിന് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ CBI അന്വേഷണത്തിന് വിടാനുള്ള ഏറ്റവും നല്ല ഒരു ഗ്രൗണ്ടാണ് കുറ്റപത്രം നൽകിയില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ CBIക്ക് വിടാൻ നേരത്ത് സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യമാണ്, അന്വേഷണം ഊർജിതമായിട്ട് നടക്കുകയാണ്, അന്വേഷണം എഫക്റ്റീവാണ്, അതുകൊണ്ട് വിടണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കോടതിക്ക് തന്നെ ചോദിക്കാം, നിങ്ങൾ അന്വേഷണം എഫക്റ്റീവ് ആണെങ്കിൽ എന്തുകൊണ്ട് 90 ദിവസമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് മറുപടിയില്ല. അപ്പോൾ ഈ അന്വേഷണം ഇപ്പോൾ രണ്ടുപേരും വിശ്വഹിന്ദു പരിഷത്തും BJPയുടെ രാജീവ് ചന്ദ്രശേഖറും ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ED തൂക്കിയില്ലെങ്കിൽ എന്തായാലും CBI തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കടകംപള്ളിയെ ഇങ്ങനെ തുറന്നുവിടുന്നത് BJPക്കെതിരെ ഒരു ആരോപണമായി മാറില്ലേ? ഇത് രാഷ്ട്രീയമല്ല, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളുടെയും പലരുടെയും പേരുകൾ പോറ്റിയെ കണ്ടവരും പോറ്റിയിൽ നിന്ന് പ്രസാദം വാങ്ങിച്ചവരൊക്കെ ഒരുപാടുണ്ട്. പ്രസാദമായിട്ട് കൊടുത്തത് ഈന്തപ്പഴമാണെന്ന് പറയുന്നു, ചന്ദനമാണെന്ന് പറയുന്നു. എന്തായാലും കുറ്റകരമായിട്ടുള്ള പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കളും ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് വരുമ്പോഴത്തേക്ക് LDFന് മാത്രം എതിരായിട്ട് വരുന്ന ഒരു കാര്യമല്ല, LDFനും UDFനും ഒരുപോലെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഇലക്ഷനിൽ നമ്മൾ മുന്നോട്ട് കാണുന്നത്. ഈ കടകംപള്ളി എന്തുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സ്വാതന്ത്ര്യം എങ്ങനെ അനുഭവിക്കുന്നു? ഈ കടകംപള്ളി മാത്രമല്ല, പാർട്ടിയുടെ സംരക്ഷണം കൃത്യമായി ലഭിക്കുന്നത് കടകംപള്ളിക്ക് മാത്രമാണ്. കടകംപള്ളി മാത്രമല്ല, അദ്ദേഹത്തെ ഏറ്റവും സേഫായിട്ട് പോയതും ഇതിനകത്ത് പല ക്രമക്കേടുകളും നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ആളാണ് ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹം കറയറ്റ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള രീതിയിൽ പാർട്ടി നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും കണ്ണടച്ച് സമ്മതിക്കുന്ന ഒരാളെന്നുള്ള രീതിക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരേണ്ടത്. അദ്ദേഹം പോറ്റിയെ കണ്ടതേ ഉള്ളൂ. ബാക്കി ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നടന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദേവസ്വം മന്ത്രിക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അന്ന് ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന ഇദ്ദേഹം മാത്രമല്ല, ഈ കാര്യങ്ങൾ നടന്ന സമയത്ത് നമ്മൾ രാധാകൃഷ്ണൻ മറക്കാതെ പോകരുത്. ഇനി പിന്നെ ദേവസ്വം മന്ത്രിമാരായിട്ടിരുന്നതും ബോർഡിലിരുന്നവരുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ അനുഭാവികളുടെ പ്രയാർ രാധാകൃഷ്ണനൊക്കെ നമ്മൾ മാറ്റാം. പക്ഷേ പ്രയാർ രാധാകൃഷ്ണന് കൂടെ ഉണ്ടായിരുന്നവരാണ് കൊടിമരം മാറ്റിയത്. കേസുകൾ ഒരുപാടായിട്ട് നീണ്ടു വരുന്നു. കൊടിമരത്തിൻ്റെ കേസിൽ വരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് നമ്മളിവിടെ ഇതുവരെയും നമ്മൾ പരാമർശിക്കാതെ പോകുന്നൊരു പേര് ശ്രീ പത്മകുമാറിൻ്റെ മകൻ്റെ പേരാണ്. അച്ഛന് കൂട്ടായിട്ട് മകനും കൂടെ ഉടനെ ജയിലിലെത്തുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. കാര്യം അയ്യപ്പൻ്റെ അംശവടിയും എന്താ പറയുന്നത്, ഈ യോഗദണ്ഡൊക്കെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ആള് മകനാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ബന്ധുക്കളെ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പക്ഷേ ബന്ധുക്കളെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും അഴിമതി മണക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഈ കേസിൽ വളരെ
ഭംഗിയായിട്ട് വരുന്നുണ്ട്. അയ്യപ്പൻ്റെ യോഗദണ്ഡ് മാറ്റിയോ അതും കച്ചവടമാക്കിയോ എന്നുള്ള കാര്യം, ഇതൊക്കെ നമുക്ക് ആൻറ്റിക് വാല്യൂ മാത്രമല്ല, ഒരുപാട് വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം, ഇതിനകത്ത് പത്മകുമാറിൻ്റെ മകൻ പ്രതിയാവുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇപ്പം ആദ്യം സ്വർണ്ണപ്പാളിയായി, പിന്നെ കട്ടളയായി, ഇപ്പോൾ കൊടിമരമായി, ഇപ്പോൾ യോഗദണ്ഡായി. ഇനി അടുത്ത് എന്തൊക്കെ ആവും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ശബരിമലയിൽ ഇനി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ അവർക്കുണ്ടായിരുന്നോ എന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ ചാക്കിക്കെട്ടി ചെന്നൈയിൽ പോയിട്ട് വീണ്ടും അവിടുന്ന് ചെന്നൈയിൽ തിരിച്ചു വന്നു. വാജിവാഹനം ഹൈദരാബാദിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇനി പോയ ഏതെങ്കിലും സാധനങ്ങൾക്ക് തിരിച്ചു വരാനുണ്ടോ എന്നൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കൊള്ളയല്ല, ആസൂത്രിതമായ ഒരു റോബറിയാണ് നടന്നേക്കുന്നത്. മോഷണമല്ല, റോബറിയാണ് നടന്നേക്കുന്നതാണ് കോടതി പറഞ്ഞത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിയും കൂടെ നിരീക്ഷണത്തിലുള്ള ഒരു കേസായതുകൊണ്ട് പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് മാതിരിയൊന്നും പെട്ടെന്ന് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.